ഗൂഗിളിൽ കസ്റ്റമർ കെയർ നമ്പർ തിരയുന്നവരാണോ നിങ്ങൾ? സൂക്ഷിക്കുക. നിങ്ങളുടെ ബാങ്കിന്റെയോ കൊറിയർ സർവീസിന്റെയോ കസ്റ്റമർ കെയർ നമ്പർ നിങ്ങൾ ഗൂഗിളിലാണോ തിരയാറുള്ളത്? എങ്കിൽ നിങ്ങൾ ചെന്നെത്തുന്നത് തട്ടിപ്പുകാരുടെ കയ്യിലേക്കാകാൻ 90% സാധ്യതയുണ്ട്. നിങ്ങളെ സഹായിക്കാനെന്ന വ്യാജേന കാത്തിരിക്കുന്ന ഈ വ്യാജ കസ്റ്റമർ കെയർ തട്ടിപ്പിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ഗൂഗിൾ സെർച്ച് തട്ടിപ്പ്? നമ്മൾ സാധാരണയായി ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഉദാഹരണത്തിന്, SBI കസ്റ്റമർ കെയർ നമ്പർ എന്നോ ഫെഡെക്സ് ഹെൽപ്പ് ലൈൻ എന്നോ തിരയുന്നു. ഗൂഗിളിൽ വരുന്ന ആദ്യത്തെ 2-3 നമ്പറുകൾ ഒറിജിനൽ ആണെന്ന് നമ്മൾ വിശ്വസിക്കും. എന്നാൽ തട്ടിപ്പുകാർ ഗൂഗിൾ ആഡ്സ് വഴി ഗൂഗിളിൽ പരസ്യങ്ങൾ നൽകിയും മാപ്പിൽ വിവരങ്ങൾ മാറ്റിയും അവരുടെ വ്യാജ നമ്പറുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ വളരെ മാന്യമായി സംസാരിച്ച് നിങ്ങളുടെ വിശ്വസ്തത നേടിയെടുക്കും. അടുത്ത ഘട്ടം എന്താണ്? നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ അവർ ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. സർ, ഒരു ലിങ്ക് അയച്ചു തരാം, അതിൽ വിവരങ്ങൾ പൂരിപ്പിക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. AnyDesk അല്ലെങ്കിൽ ടീം വ്യൂവർ പോലുള്ള ആപ്പുകൾ. ഒടുവിൽ ഒരു ചെറിയ തുക പേയ്മെന്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെടും. നിങ്ങൾ ആ ലിങ്കിലോ ആപ്പിലോ ക്ലിക്ക് ചെയ്യുന്ന നിമിഷം നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലാകും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ഓരോ രൂപയും അവർക്ക് കാണാനും അത് കൈക്കലാക്കാനും സാധിക്കും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്? ബാങ്ക് ഇടപാടുകൾ. പണം അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ കസ്റ്റമർ കെയറിനെ വിളിക്കുമ്പോൾ. കൊറിയർ സർവീസ്. ഡെലിവറി വൈകുമ്പോൾ ഗൂഗിളിൽ നമ്പർ തിരയുമ്പോൾ. വൈൻ ഷോപ്പ്/ലിക്കർ ഡെലിവറി. ഓൺലൈൻ ഓർഡറിനായി സെർച്ച് ചെയ്യുമ്പോൾ. ട്രെയിൻ/ഫ്ലൈറ്റ് ടിക്കറ്റ് റീഫണ്ട്. ഇതിനായി ഹെൽപ്പ് ലൈൻ തേടുമ്പോൾ. എങ്ങനെ നമുക്ക് സുരക്ഷിതരാകാം? ഒന്നാമത്, ബാങ്കിന്റെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ നമ്പറുകൾ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുക്കരുത്. പകരം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റോ ബാങ്ക് പാസ്ബുക്കോ നോക്കുക. രണ്ടാമത്, കസ്റ്റമർ കെയർ ഉദ്യോഗസ്ഥർ ഒരിക്കലും നിങ്ങളോട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനോ പറയില്ല. മൂന്നാമത്, അപരിചിതർ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പും ഡൗൺലോഡ് ചെയ്യരുത്. ഗൂഗിളിൽ കാണുന്നതെല്ലാം സത്യമല്ല എന്ന് മനസ്സിലാക്കുക. ഡിജിറ്റൽ ലോകത്ത് ഓരോ ചുവടും വെക്കുന്നത് ജാഗ്രതയോടെ വേണം. ഈ വിവരം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാൽ അതാണ് ഞങ്ങളുടെ വിജയം. സൈബർ സെക്യൂരിറ്റി, സ്കാം അലേർട്ടുകൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്കെത്തും. ഇത് InfoSec Simplified. Stay secure, stay aware.